കോൺഗ്രസ് പാർട്ടിയുടെ കൊടി പിടിച്ചത് കൊണ്ട് തല വെട്ടിയെടുക്കപ്പെട്ട ഷുഹൈബുണ്ട്. ഷുഹൈബിന്റെ പിതാവ് മുഹമ്മദ് ഉണ്ട്. ഈ പാർട്ടി ഒന്നും കൊടുത്തിട്ടില്ല. ഈ പാർട്ടിയുടെ കൊടി പിടിച്ചതിന് വെട്ടി അറുക്കപ്പെട്ട കൃപേഷിന്റെ അച്ഛനും ശരത്ലാലിന്റെ സഹോദരിയും ശരത്ലാലിന്റെ പിതാവും ഈ ചർച്ച കാണുന്നുണ്ടാവും. നിങ്ങൾ ആലോചിക്കണം. ഈ പാർട്ടിയുടെ കൊടി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ പാർട്ടിയുടെ കൊടി പിടിച്ചു ഒരൊറ്റ കാരണത്താൽ കൈകാലികൾ വെട്ടിയെടുക്കപ്പെട്ടവർ, വിധവകളാക്കപ്പെട്ടവർ, പിതാക്കന്മാരെ നഷ്ടപ്പെട്ടു പോയവർ, കാലിന്റെ താഴെ വെച്ച് അടിച്ചൊടിക്കപ്പെട്ടവർ, നിരങ്ങി നടക്കുന്നവർ, മുറിച്ചു മാറ്റപ്പെട്ടവർ, കേസും തിണ്ണയുമായി നടക്കുന്നവർ, കള്ളക്കേസിൽ കാരാഗ്രഹത്തിൽ അടച്ചിട്ടവർ 10,000-കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവിടെ കണ്ണു നിന്ന് വരുന്നത് കണ്ണീരുള്ള ചോരയാണ്. നിങ്ങൾക്ക് 2.5 കൊല്ലമെങ്കിലും സ്റ്റേറ്റ് കാർ നിങ്ങളുടെ വീട്ടിന്റെ മുറ്റിൽ കടന്നിട്ടുണ്ട്. നിങ്ങളുടെ വന്ധ്യനായ ഭർത്താവിന് നിയമസഭയിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടണമായിരുന്നു എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്തതൊരു പാർട്ടി തെരഞ്ഞെടുപ്പിന് യുദ്ധത്തിന് പോകുമ്പോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് നേർക്കുനേർ യുദ്ധത്തിന് പോകുമ്പോ, ഞങ്ങളുടെ രക്തസാക്ഷികളുടെ രക്തമൊഴുകിയ മണ്ണിൽ ഞങ്ങളുടെ പാർട്ടിയുടെ 80-90-ൽ പരം നേതാക്കന്മാർ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുമ്പോ ഒരു പാർട്ടിയുടെ ഓഫീസിന്റെ മുമ്പിൽ പോയി നിന്ന് വളരെ മോശമായി തലമൊട്ടയടിച്ചുകൊണ്ടൊരു പാർട്ടിയെ കരിവാരി തെച്ചാൽ നിങ്ങൾക്ക് ഈ പാർട്ടി നിൽക്കാൻ പറ്റുമോ? ഈ പാർട്ടി നിങ്ങൾ ഉണ്ടാക്കിയതല്ല. ഈ പാർട്ടി BRM ഷമീറിന്റെ പാർട്ടിയല്ല. ഈ പാർട്ടി 10,000-കണക്കിന് വരുന്ന ഒന്നും ആവാതെ പോയ ആളുകളുടെ പാർട്ടിയാണ്. നിങ്ങൾ അത് മനസ്സിലാക്കിക്കോ. 1. 2, സതീഷ് പറഞ്ഞു. ഒറ്റ മിനിറ്റ് ഷഫീർ, താങ്കൾ വ്യക്തിപരമായി തന്നെ ശ്രീമതി ലതിക സുഭാഷിന് നേരെ ചോദ്യങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് അവർ മറുപടി പറഞ്ഞ ശേഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീമതി ലതിക സുഭാഷ്, താങ്കൾക്ക് പറയാം. അല്ല, എനിക്ക് പറഞ്ഞ അവസാനിപ്പ്. അല്ല, എനിക്ക് സമയം തരും. പറയണം. വരാം ശ്രീ ഷഫീർ. ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ലെന്നേ. ഇന്ന് എനിക്ക് പറയണം. ഈ കയ്യടി ഷഫീറിനുള്ളതല്ല. ഷഫീറിന്റെ വാക്കുകള് വർഷങ്ങൾക്ക് മുമ്പ് വന്ന വാക്കുകളാണ്. ഈ കയ്യടി എന്തിനാ എന്ന് ചോദിച്ചാൽ, കോട്ടയം നഗരസഭയിലെ സമുന്നതരായിട്ടുള്ള പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർക്കാണ്. എന്തിനാ അവർക്ക് കൈയടിക്കുന്നത്? അത് കൈയടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, കോട്ടയം നഗരസഭയിൽ വാർഡിൽ മത്സരിച്ച ലതിക സുഭാഷ് എന്ന് പറയുന്ന ഒറ്റുകാരിയെ ജനം പരാജയപ്പെടുത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ല ലതിക സുഭാഷിനെ പരാജയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലല്ല പരാജയപ്പെടുത്തുന്നത്, അതല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു ജില്ലാ പഞ്ചായത്ത് വാർഡിലേക്ക് മത്സരിച്ച ലതിക സുഭാഷ് അല്ല പരാജയപ്പെടുന്നതും കോട്ടയം നഗരസഭയിലെ ഒരു വാർഡിൽ മത്സരിച്ച ലതിക സുഭാഷ് പരാജയപ്പെട്ടു. എത്ര വോട്ടർമാരുണ്ടാവും ഒരു 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 നഗരസഭാ വാർഡിൽ? എത്ര വോട്ടർമാരുണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര വോട്ടർമാർ ഒരു വാർഡിൽ ഉണ്ടാകും? ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഒരു നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണമല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു നഗരസഭാ തെരഞ്ഞെടുപ്പില് ആ വാർഡിലെ, അതിന്റെ നഗരസഭയിലെ ഒരു വാർഡിലെ വോട്ടർമാർ എത്ര പേരുണ്ടാകും? ആ അത്രയും പേര്, ഏറി വന്നാൽ 3000, മാക്സിമം എത്ര ഉണ്ടാകും? ഒരു 3000 വോട്ടർമാർ. അത്രയും വോട്ടർമാർക്ക് ഈ സ്ത്രീയെ സഹിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി, കാപട്യക്കാരെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തോപ്പിച്ചു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ കുറെ തോൽവികൾ നമ്മൾ കാണുന്നുണ്ട്. വളരെ മാതൃകാപരമായിട്ട് ജനം കൈക്കൊണ്ട തീരുമാനമെടുത്ത പല 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 ഫലങ്ങളും നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. അതില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ചർച്ച ചെയ്യണം എന്ന് തോന്നിയ ഒരു വ്യക്തിയാണ് ലതിക സുഭാഷ്. ലതിക സുഭാഷ് കോട്ടയത്ത് നഗരസഭയിലേക്ക് മത്സരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ ആ ഘട്ടം മുതൽ, സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ആ ഘട്ടം മുതൽ ഞാൻ വളരെയധികം സൂക്ഷ്മതയോടുകൂടി കാണുന്ന ഒരു വാർഡാണ് ഈ ലതിക സുഭാഷ് മത്സരിച്ച വാർഡെന്ന് പറയുന്നത്. ഇപ്പോ ഫലം വരികയാണ്, സ്ഥിരീകരണം വരികയാണ്. തോറ്റു, പിന്നിൽ എന്നല്ല, തോറ്റു, ഉറപ്പാക്കി. ലതിക സുഭാഷ് എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ കാപട്യക്കാരി തോറ്റു. കാപട്യക്കാരി എന്ന് പറയാൻ കാരണം, ഇപ്പൊ നിങ്ങള് BRM ഷഫീർ 4 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ആ 4 വർഷങ്ങൾക്ക് മുമ്പ് ഷഫീർ ലതിക സുഭാഷിനെ ഇങ്ങനെ ഉരിച്ചെറുത്തിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ തള്ളി ഇറക്കിയിട്ടുണ്ട്. എവിടെ നിന്ന്? മനോരമയുടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. അന്ന് ഷഫീറിന്റെ വാക്കുകളിൽ ഷഫീർ പറയുന്നുണ്ട്, എല്ലാം കിട്ടിയവളാണ്, എല്ലാം. ഒരു പാർട്ടിയിൽ വന്നിട്ട് എല്ലാ സുഖങ്ങളും എല്ലാ സ്ഥാനമാനങ്ങളും അനുഭവിച്ച ലതിക സുഭാഷ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തലമൊട്ടയടിച്ചിട്ട് ഇറങ്ങിപ്പോയത്.
ആ ലതിക സുഭാഷിനെ ജനം എഴുതി തള്ളി. ഒരു നഗരസഭയിലെ വാർഡിൽ പോലും വിജയിച്ച് കയറാൻ കഴിയാത്ത ലതിക സുഭാഷ്, ആ ലതിക സുഭാഷിന് ലഭിക്കാത്ത സ്ഥാനമാനങ്ങളില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കോൺഗ്രസിന്റെ പൊടി പിടിച്ചത് കൊണ്ട് മാത്രം സ്ഥാനമാനങ്ങളിൽ കയറിയിരുന്നവരാണ് അവർ. അർഹത ഉണ്ടായിട്ടല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അർഹത ഉണ്ടായിട്ടല്ല, കോൺഗ്രസിന്റെ കൊടി പിടിച്ചത് കൊണ്ട് മാത്രം സ്ഥാനമാനങ്ങളിൽ ഇരുന്ന ലതിക സുഭാഷ് പിന്നെയും MLA ആവാൻ നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് നൽകിയില്ലെന്ന് പറഞ്ഞ് കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിപ്പോയി, ചേക്കേറിയത് NCPയിലേക്ക്. NCP എവിടെയാണ് നിൽക്കുന്നത്? LDFന്റെ കൂടെ. ആ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഈ 2025 ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എവിടെ? നഗരസഭയിൽ, കോട്ടയം നഗരസഭയിൽ 8 നിലയിൽ പൊട്ടി. ഇത് ആഘോഷിക്കണം. ചില തോൽവികളെ നമ്മൾ ആഘോഷിക്കേണ്ടതുണ്ട്. വിജയങ്ങളെ മാത്രമല്ല ആഘോഷിക്കേണ്ടത്, ചില തോൽവികളെ നമ്മൾ ആഘോഷിക്കും. അങ്ങനെ തോൽവികളെ ആഘോഷിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ആഘോഷിക്കാൻ തീരുമാനിച്ച ഒരു തോൽവിയാണ് ഈ ലതിക സുഭാഷിൻ്റെത്. നമ്മൾ നേരത്തെ ഒരു വിജയത്തെ ആഘോഷിച്ചിരുന്നു. അത് മുട്ടടയിലെ വൈഷ്ണവ സുരേഷിന്റെ വിജയത്തെയാണ് നമ്മൾ ആഘോഷിച്ചത്. ഇന്നിപ്പോ നമ്മൾ ആഘോഷിക്കുന്നത് ഒരു തോൽവിയെയാണ്. കോട്ടയം നഗരസഭയിൽ നിന്ന് മത്സരിച്ച് തോറ്റ ലതിക സുഭാഷിന്റെ തോൽവിയെ ഈ അവസരത്തിൽ ഞാൻ ആഘോഷിക്കാൻ വേണ്ടി വിനിയോഗിക്കുക. കാരണം കാപട്യക്കാരിയായ ആ സ്ത്രീ എല്ലാ സ്ഥാനമാനങ്ങളും എല്ലാ അധികാരങ്ങളും അതിന്റെ സുഖലോലുപതയും ആവോളം വേണ്ടുവോളം അനുഭവിച്ചിട്ട് അവസാനം പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് പാർട്ടിയെ ഒറ്റുകൊടുത്ത് തലമുണ്ടനം ചെയ്ത് മൊട്ടയടിച്ചിട്ട് ഇറങ്ങിപ്പോയ സ്ത്രീ, ആ സ്ത്രീയെ ജനം എഴുതി തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. കോട്ടയത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് കൈയടിക്കുകയാണ് ഈ അവസരത്തില്. കാരണം ജനം പ്രബുദ്ധരാണ്. കാപട്യക്കാരെ തിരിച്ചറിയാൻ ജനത്തിന് കഴിയും. കാല് മാറി പാർട്ടിയെ കാലുവാരി ഇറങ്ങിപ്പോയ ലതിക സുഭാഷിനെ ജനം കാലുവാരി ഭിത്തിയിൽ അടിച്ചു എന്നുള്ളതാണ്. എന്തൊക്കെ കാപട്യമായിരുന്നു. തനിക്കൊരു സീറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് പാർട്ടിയെ ഒറ്റുകൊടുത്തവൾ, തനിക്ക് സീറ്റ് നൽകിയില്ലെന്ന് പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയവൾ ജനം എടുത്തെറിഞ്ഞു. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറാൻ പോലും കഴിയാത്ത ഇത്തരത്തിലുള്ള പഴഞ്ചാക്കുകളെ പണ്ടേ പാർട്ടിയെ എടുത്തെറിയേണ്ടതായിരുന്നു. പക്ഷേ ഈ പാർട്ടിയുടെ കൊടി പിടിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പാർട്ടി കൊണ്ടു നടന്നവൾ അവസാനം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയപ്പോ ജനം എടുത്തെറിഞ്ഞു. തോറ്റ് തുന്നം പാറി 8 നിലയിൽ പൊട്ടി ലതിക സുഭാഷ്. ആഘോഷിക്കേണ്ട. പിന്നെ ഇത്തരത്തിൽ ചില തോൽവികളും, ഞാൻ അതാണ് പറയുന്നത്, ഇത്തരത്തിൽ ചില തോൽവികളും നമ്മൾ ആഘോഷിക്കേണ്ടതാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇത്തരക്കാരായ കാപട്യക്കാരുടെ തോൽവി, ആ തോൽവിയെ നമ്മൾ ആഘോഷിച്ചല്ലേ മതിയാകൂ. 4 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് BRM ഷഫീർ പറഞ്ഞ വാക്കുകള് അത് ഇന്നും കേരളത്തിന്റെ സമൂഹത്തിൽ ചർച്ചയാവുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ആ ഷഫീറിന്റെ വാക്കുകളെ ഏറ്റുപിടിച്ച് നടക്കുന്ന ചർച്ചകൾ നമ്മൾ കാണാറുണ്ട്, ഇല്ലേ? ഒരു പാർട്ടി പ്രവർത്തകൻ ഒരു ആയുസ് കൊണ്ട് മൊത്തം ഈ പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച്, ഈ പാർട്ടിക്ക് വേണ്ടി വെയിലും മഴയും കൊണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകള് ഇന്നും പാർട്ടിയുടെ ഒരു സ്ഥാനമാനങ്ങളിലും എത്തിയിട്ടില്ല. എന്നാലും പാർട്ടിയുടെ കൊടി പിടിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഈ പാർട്ടിക്ക് മുകളിൽ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയാത്ത ലതിക സുഭാഷിന് എല്ലാ അധികാര കേന്ദ്രങ്ങളും പാർട്ടി അനുവദിച്ചു നൽകി. എന്നിട്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് നൽകിയില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ വ്യക്തി, ആ വ്യക്തിയെ ജനമെടുത്ത് എറിയുകയാണ്. മാലിന്യ കൂമ്പാരത്തിലേക്കാണ് എറിയുന്നത്. ഈ കാപട്യക്കാരുടെ കാപട്യം ജനം തിരിച്ചറിയുന്നു. അത് തന്നെയാണ് നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വളരെ വളരെ വലിയ വ്യത്യസ്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള കാപട്യക്കാരെ ജനം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് നൽകിയില്ലെന്ന് പറഞ്ഞ് പാർട്ടിയെ ഒറ്റുകൊടുത്ത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി ഇറങ്ങിപ്പോയ ലതിക സുഭാഷിനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോ ജനം എടുത്തെറിയുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോരയും നീരും ഒഴുകിയ എത്രയധികം ആളുകളാ സാധാരണക്കാരായ പ്രവർത്തകര്. ഒരായുസ് കൊണ്ട് പ്രവർത്തിച്ചിട്ട് ഒരായുസ് കൊണ്ട്
ജനിച്ച് മരിക്കുന്നത് വരെ പാർട്ടിയുടെയോ അധികാരത്തിന്റെയോ കേന്ദ്രങ്ങളിലേക്ക്, കസേരകളിലേക്ക് ഇരിക്കാൻ കഴിയാതെ വെറും പാർട്ടി പ്രവർത്തകനായി മാത്രം അവശേഷിച്ചു പോയ എത്രയധികം പ്രവർത്തകരാ. അങ്ങനെയുള്ളിടത്താണ് ലതിക സുഭാഷ് എല്ലാ അവസരങ്ങളും എണ്ണി BRM ഷഫീർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ അധികാര കേന്ദ്രങ്ങളിലും ഇരുന്നിട്ട് അവസാനം നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് നൽകിയില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവളെ ജനം ആട്ടിയിറക്കി എന്നുള്ളതാണ്. ഇതാണ് ഈ ജനാധിപത്യത്തിന്റെ ഒരു മര്യാദ എന്ന് പറയുന്നത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലതിക സുഭാഷ് സീറ്റിന് അർഹയായിരുന്നില്ല. ഇത്രയും അവർക്ക് ലഭിച്ച, അവർ ഇരുന്ന കസേരകളൊന്നും അവർ അർഹിച്ചതല്ല. പാർട്ടിയുടെ കൊടി പിടിച്ചതുകൊണ്ട് മാത്രം പാർട്ടി ആ കസേരയിൽ ഇരുത്തി. അവസാനം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി ഇറങ്ങിപ്പോയി. 8 നിലയിൽ പൊട്ടി, ജനം പരാജയപ്പെടുത്തി. ഇത് വലിയൊരു പാഠമാണ്, പല നേതാക്കൾക്കുമുള്ള ഒരു പാഠം. കാരണം പലരും പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്താണ് പാഠം ഉൾക്കൊള്ളേണ്ടത്? കാരണം ജനമാണ് പരമാധികാരം എന്ന് പറയുന്നത്. അത് ജനത്തിന്റെ കയ്യിലാണ്. ആ ജനത്തെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പല തിരിച്ചടികളും നേരിടേണ്ടി വരുമെന്നുള്ളത് ജനം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലതിക സുഭാഷിന് ലഭിക്കാത്ത സൗഭാഗ്യങ്ങളും അധികാരങ്ങളും എന്താണുള്ളത്? എന്നിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി കോൺഗ്രസിന്റെ ഓഫീസിന്റെ മുന്നിൽ വന്നിരുന്ന് തലമുട്ടനം ചെയ്ത് ഇറങ്ങിപ്പോയവർ. ആ സ്ത്രീയെ കോട്ടയം നഗരസഭയിൽ നിന്ന് ജനമെടുത്ത് ഒരു വാർഡിൽ പോലും വിജയിച്ച് കയറാനാവാത്ത ലതിക സുഭാഷ് എന്ന് പറയുന്നത് പരാജയമാണ്. ഈ ജനം എല്ലാം തിരിച്ചറിയുന്നുണ്ട്. അധികാരം ജനത്തിന്റെ കയ്യിലാണെന്നുള്ളത് ലതിക സുഭാഷ് മറന്നുപോയി. അതിനുള്ള തിരിച്ചടി ആ കോട്ടയത്തെ ജനങ്ങൾ നൽകിയത്, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതിനുള്ള മറുപടി. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു പരാജയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലതിക സുഭാഷ് സംസ്ഥാനം അറിയുന്ന നേതാവാ, ഒരു വ്യക്തിയാ. കോൺഗ്രസിലൂടെ വളർന്നു വന്ന് സംസ്ഥാനം ഒട്ടുക്കും വലിയ സ്വാധീനമുണ്ടായ നേതാവ് ആ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി ഇറങ്ങിപ്പോയപ്പോ ജനം തിരിച്ചടി നൽകി എന്നുള്ളതാണ്.